ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ കുറച്ച് വെജിറ്റബിൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾ ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ഇത്രയും വെജിറ്റബിളാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൂടാതെ നമ്മളതിനകത്ത് പാക്കറ്റ് ചിക്കൻ മസാല പൗഡർ ചേർക്കുന്നില്ല. നമ്മൾ തന്നെ ചിക്കൻ മസാല പൗഡർ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കന് ചേർക്കാനുള്ള വെജിറ്റബിൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മസാല പൗഡറാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല പൗഡർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് ഉണക്കമുളക്, പച്ചമല്ലി, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പട്ട, ഇത്ര സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഒരു പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ തീയിൽ ചൂടാക്കിയാൽ മതി. ചൂടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഗരം മസാലയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 2 മിനിറ്റ് ചൂടാറാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ 2-3 ഉണക്കമുളക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചായിരുന്നു പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചായിരുന്നു സവോള ചേർക്കും. ഞാൻ സ്വല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. സവോള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പുപൊടി ചേർത്താണ്. സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല ചേർക്കാം. മസാല ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീ എപ്പോഴും കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആദ്യം തീ കുറച്ച് വയ്ക്കാം. ആദ്യം ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരുപാട് ചേർക്കുന്നില്ല. നമ്മൾ പച്ചമല്ലി നമ്മുടെ ഗരം മസാലയിൽ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചായിരുന്ന ഗരം മസാല. നമ്മുടെ പൊടികളെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ ഗരം മസാലയുടെ നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ മസാലപ്പൊടി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു ലെഗ് പീസ്, 2-3 ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം ചേർക്കും. അപ്പോൾ ചിക്കൻ വേവാനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ചിക്കനോടെ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം. പകുതി കുക്കായി കഴിഞ്ഞിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ചേർക്കുന്നത് ഇതിനകത്തേക്ക്. നമ്മുടെ ചിക്കൻ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, ഇത്ര സാധനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ വെജിറ്റബിൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് കുക്കായതിനു ശേഷം ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി തീ കുറച്ച് വെച്ചാൽ മതി. നമ്മുടെ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കും. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. മുട്ടയാണെങ്കിലും ഒരുപാട് വേവിക്കേണ്ട, ഒരു ഹാഫ് കുക്കായി അതിനകത്ത് കിടന്നോളൂ. അപ്പോൾ ഒന്ന് ഗ്രേവി നന്നായിട്ട് തിക്കായി വരും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മസാല. നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തേക്കുന്നത് ബ്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയോ അപ്പോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളി ഡിഷാണ്. നമ്മുടെ ഗരം മസാലയുടെയും വെജിറ്റബിളിൻ്റെ എല്ലാം കൂടി ഒരു നല്ലൊരു കോമ്പിനേഷൻ. ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം വെജിറ്റബിളിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു വ്യത്യസ്തമായ ഡിഷുമായിട്ട് അടുത്ത വീഡിയോ കാണാം.